യുഎസിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങൽ താൽക്കാലികമായി ഇന്ത്യ നിർത്തിയെന്ന റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് തള്ളി വിദേശകാര്യ മന്ത്രാലയം. റോയിറ്റേഴ്സ് വാർത്ത വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വിവരങ്ങളുമായി തൗഫീഖ് ഉണ്ട്. തൗഫീഖ്, വാർത്ത വിദേശകാര്യ മന്ത്രാലയം നിരസിക്കുകയാണ്. എന്താണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്? റോയിട്ടേഴ്സ് ആണ് ഇത്തരമൊരു വാർത്ത അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ ഇക്കാര്യം ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത്. ഈ വാർത്ത തെറ്റും കെട്ടിച്ചമച്ചതാണെന്നുമാണ് വിദേശകാര്യ വൃത്തങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇത്തരമൊരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുകൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ആയുധം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ താരിഫ് വർധനയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്നായിരുന്നു റോയിട്ടേഴ്സിന്റെ വാർത്ത. യുഎസിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങൽ ഇന്ത്യ താൽക്കാലികമായി നിർത്തിയതായിട്ടും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ യുഎസ് സന്ദർശനം റദ്ദാക്കിയെന്നുമാണ് റോയിട്ടേഴ്സ് അല്പസമയം മുമ്പ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരിക്കുകയാണ്. ഇത്തരമൊരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. യുഎസിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മിസൈലുകളും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് തൽക്കാലത്തേക്ക് നിർത്തി എന്നായിരുന്നു റോയിട്ടേഴ്സ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം റോയിട്ടേഴ്സിന്റെ വാർത്ത തള്ളി രംഗത്തെത്തിയിരിക്കുന്നത്. തൗഫീഖ്, പകരച്ചുങ്കത്തിലേക്ക് ഇന്ത്യ ഒരു കടുത്ത നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വളരെ വേഗം അമേരിക്കക്കെതിരെ ഒരു നടപടിയിലേക്ക് കടക്കണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമായി എടുത്തിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പകരം ഇതിൽ ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് കടന്നാൽ മതി എന്നാണ് ഇന്ത്യയുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു തീരുമാനം. കാരണം തിടുക്കം പിടിച്ച് അമേരിക്കക്കെതിരെ ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉടൻ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു. യുഎസിന്റെ തീരുവ 50% വിശദമായി തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തതായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുൾപ്പെടെ വർധനവ്, താരിഫ് വർധനവ് ഇന്ത്യ ആലോചിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടനെ ഇന്ത്യ നടപ്പാക്കില്ല. പകരം ഈ നിലവിലത്തെ സ്ഥിതി പരിശോധിച്ചതിനു ശേഷമായിരിക്കും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയെ സന്ദർശിക്കുമെന്ന കാര്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ തീയതി ഉൾപ്പെടെ അടുത്ത ദിവസം തന്നെ വരും. അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ തീരുവയെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.